ഫിസിക്കേറ്റീവ് എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റുഡൻസ്, കറന്റ് ഇലക്ട്രിസിറ്റിയുടെ 13ാമത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഉപകരണത്തെ കുറിച്ചാണ്. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ potential difference, current, resistance, etc. The accurate way of measuring the EMF of a cell or comparison of EMFs of two cells is the potentiometry method. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അളക്കുന്നതിന് വേണ്ടിയിട്ടോ സെല്ലുകളുടെ ഇഎംഎഫിന്റെ റേഷ്യോ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നതിന് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കുന്നതിന് മറ്റൊരു ഉപകരണം നമുക്കുണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് വോൾട്ട്മീറ്റർ. ഒരു വോൾട്ട്മീറ്റർ മതി വോൾട്ടേജ് അളക്കാൻ. പക്ഷെ എന്തിനാണ് ഇതിനെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്? ദ ഡിഫറൻസ് ഈസ് വോൾട്ട്മീറ്ററിൽ കൂടി കറണ്ട് കടന്നു പോയാൽ മാത്രമേ വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. സോ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ് ഈസ് എ നൾ മെത്തേഡ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പൊട്ടൻഷ്യോമീറ്റർ ഈസ് പ്രിഫേർഡ് റാദർ ദാൻ എ വോൾട്ട്മീറ്റർ ഇൻ ഓർഡർ ടു മെഷർ വോൾട്ടേജ്. വൈ? ബിക്കോസ് വോൾട്ട്മീറ്റർ ടേക്സ് ആൾവേസ് സം കറണ്ട് ടു വർക്ക്. കുറച്ച് കറണ്ട് എടുക്കുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ ചെയ്യുന്നില്ല. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ സെല്ലിൽ നിന്ന് കറണ്ട് കൺസ്യൂം ചെയ്യാണ്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അളക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക EMF ആണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ട്, V = E-IR എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. V = E-IR എന്ന് പറയുന്ന ഇക്വേഷനിൽ E എന്ന് പറയുന്നത് EMF ആണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്, IR എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് വോൾട്ട് ആണ്. സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ സെല്ലിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്മോൾ എമൗണ്ട് ഓഫ് വോൾട്ടിനെ വിളിക്കുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ട്. സെല്ലിൽ നിന്ന് കറണ്ട് എടുത്തിട്ടില്ലെങ്കിൽ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ IRന്റെ വാല്യൂ 0 ആവും, വിച്ച് മീൻസ് V = E ആവും. അപ്പോൾ ഈ ഒരു ആശയമാണ് പൊട്ടൻഷ്യോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യോമീറ്റർ ഡസ് നോട്ട് ടേക്ക് കറണ്ട് ഫ്രം ദ സെൽ ഇൻ ഓർഡർ ടു വർക്ക്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ് ഈസ് നോൺ ആസ് നൾ മെത്തേഡ്. അതുകൊണ്ട് തന്നെയാണ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് പ്രിഫേർഡ് റാദർ ദാൻ എ വോൾട്ട്മീറ്റർ ടു മെഷർ വോൾട്ടേജ് എന്ന് പറയാനുള്ള കാരണം. വോൾട്ട്മീറ്റർ കൊണ്ട് നമുക്ക് എപ്പോഴും വോൾട്ടേജ് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ. പക്ഷേ പൊട്ടൻഷ്യോമീറ്റർ കൊണ്ട് നമുക്ക് സെല്ലിന്റെ EMF അളക്കാൻ വേണ്ടി സാധിക്കും. ഇനി എന്താണ് പൊട്ടൻഷ്യോമീറ്റർ നോക്കാം. ഒരു വുഡൻ ബോർഡിന് മുകളിൽ 10 മീറ്റർ നീളത്തിലുള്ള റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ. 10 മീറ്റർ നീളത്തിലുള്ള വയർ കണക്ട് ചെയ്തിരിക്കുന്നത് സിക്സാഗ് ആയിട്ടാണ്. ഓരോ ലൈനും ഓരോ മീറ്റർ നീളത്തിലുള്ളതാണ്. മീറ്റർ പിടിച്ച് നമുക്കറിയാം 1 മീറ്റർ നീളത്തിലുള്ള വയർ മാത്രമേ ഉള്ളൂ. ഇവിടെ 10 മീറ്റർ നീളത്തിലുള്ള വയറാണത്. ഈ വയർ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം കൊണ്ടോ കോൺസ്റ്റാന്റും കൊണ്ടോ ആണ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് നിക്രോം അല്ലെങ്കിൽ കോൺസ്റ്റാന്റൊക്കെ. മറ്റു പ്രത്യേകത കൂടിയുള്ളത്, ഈ വയറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ യൂണിഫോം ആവണം. എല്ലാ ഭാഗത്തും ഒരേ ഏരിയ ക്രോസ് സെക്ഷൻ ആവണം. എവിടെയും ബെൻഡോ അല്ലെങ്കിൽ ബ്രേക്കോ ഉണ്ടാവാൻ പാടില്ല, ജോയിന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ദെൻ നമുക്ക് അതിന്റെ കണക്ഷൻ ഡയഗ്രം പരിശോധിക്കാം. ഇവിടെ A എന്ന് പറയുന്ന ടെർമിനൽ ഇതാണ് വയറിന്റെ ഒരറ്റം, B എന്ന് പറയുന്ന ടെർമിനൽ വയറിന്റെ മറ്ററ്റം ഇതാണ്. A മുതൽ B വരെ 10 മീറ്റർ നീളത്തിലുള്ള വയറാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. എയിൽ നിന്നും ഒരു സെല്ലിന്റെ E എന്ന് പറയുന്ന സെല്ലിന്റെ പോസിറ്റീവിലേക്കും സെല്ല് നെഗറ്റീവിൽ നിന്ന് കീയിലേക്ക്, കീയിൽ നിന്ന് റിയോസ്റ്റാറ്റ് വഴി ബിയിലേക്കും കണ്ടിരിക്കുന്നു. ഇത്രയും ഭാഗം അറിയപ്പെടുന്നത് പ്രൈമറി സർക്യൂട്ട് എന്നാണ്. അതേ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ മറ്റൊരു സെല്ലിന്റെ പോസിറ്റീവിലേക്കും അത് നെഗറ്റീവിൽ നിന്ന് ഗാനോമീറ്ററിലേക്കും ഗാനോമീറ്ററും ജോക്കിലേക്കും കണ്ടിരിക്കുന്നു. ഈ സെല്ലിന്റെ EMF E1 ആണ്. ദിസ് സെൽ ഈസ് നോൺ ആസ് സെക്കൻഡറി സെൽ. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് അറിയപ്പെടുന്നത് സെക്കൻഡറി സർക്യൂട്ട് എന്നാണ്. ഇവിടെ സെക്കൻഡറി സർക്യൂട്ടിലാണ് നമുക്ക് മെഷർ ചെയ്യേണ്ട EMF ഉള്ള സെല്ല് കണ്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് സെല്ലിന്റെയാണോ കണ്ട് ആ സെല്ല് കണക്ട് ചെയ്യേണ്ടത് സെക്കൻഡറി സർക്യൂട്ടിലാണ്. ഇവിടെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈമറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സെല്ലിന്റെ EMF-നേക്കാളും കുറവായിരിക്കണം സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സെല്ലിന്റെ EMF, വിച്ച് മീൻസ് പ്രൈമറി EMF ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി EMF. പ്രൈമറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സെല്ലിന്റെ EMF-നേക്കാളും കുറവായിരിക്കണം സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള സെല്ലിന്റെ EMF. ഇവിടെ പ്രൈമറി സർക്യൂട്ടിൽ നമ്മൾ ഡ്രൈ സെല്ലാണ് 1.5 വോൾട്ടിന്റെ ഡ്രൈ സെല്ലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുക അതിലും കുറവ് വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ EMF ഉള്ള ഒരു ലെക്രാനിക് സെല്ലോ, ലെക്രാനിക് സെല്ലിന്റെ വോൾട്ടേജ് 1.45 വോൾട്ട് ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ഡാനിയൽ സെല്ലിന്റെ വോൾട്ടേജ് 1.08 വോൾട്ട് ആണ്. അതൊക്കെ അവിടെ കണക്ട് ചെയ്യാം. കൂടുതൽ EMF ഉള്ള സെല്ലാണ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രൈമറി സെല്ലിലെ EMF കൂട്ടേണ്ടിയിരിക്കുന്നു. എനിവേ പ്രൈമറി സർക്യൂട്ട് സെല്ലിന്റെ EMF എപ്പോഴും സെക്കൻഡറി സർക്യൂട്ട് സെല്ലിന്റെ EMF-നേക്കാളും കൂടുതലായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഇവിടെ ബാലൻസിങ് എന്ന് പറയുന്ന ആശയം നടപ്പാക്കാൻ കഴിയുള്ളൂ. എന്താണ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഗാനോമീറ്റർ കൂടി കറണ്ട് കടന്നു പോകാത്ത അവസരത്തെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ്. ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ IG = 0, നോ കറണ്ട് പാസ് ത്രൂ ദ ഗാനോമീറ്റർ. അതാണ് ബാലൻസിങ് കണ്ടീഷൻ. ബാലൻസിങ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ പ്രൈമറി EMF എപ്പോഴും സെക്കൻഡറി EMF-നേക്കാളും കൂടുതലായിരിക്കണം. നമുക്ക് തിയറി പാർട്ട് നോക്കാം. ഈ സർക്യൂട്ടിൽ ഇവിടെ K എന്ന് പറയുന്ന ഒരു കീ ആണ്. ഈ കീ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ കറണ്ട് കടന്നു പോകും. പ്രൈമറി സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് കടന്നു പോകും.
അത് എ മുതൽ ബി വരെയുള്ള വയറിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ പ്രൈമറി സെല്ലിൽ നിന്നും എ മുതൽ ബി വരെയുള്ള ലെങ്ത്തിലുള്ള വയറിലൂടെ കടന്നു പോകുന്ന കറണ്ട് നമുക്ക് പ്രൈമറി കറണ്ട് എന്ന് വിളിക്കാം. പ്രൈമറി കറണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ റിയോസ്റ്റേറ്റ് പർട്ടിക്കുലർ പൊസിഷനിൽ വെക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രൈമറി കറണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. റിയോസ്റ്റേറ്റ് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ പ്രൈമറി കറണ്ട് മാറുകയുള്ളൂ. നമുക്ക് പ്രൈമറി കറണ്ട് വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു പ്രൈമറി കറണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഐ ആണ് പ്രൈമറി കറണ്ട് വിചാരിക്കും. ഐ ആംപിയർ കറണ്ട് ആണ് ഈ വയറിലൂടെ കടന്നു പോകുന്നത്. നോ ഇതൊരു റെസിസ്റ്റൻസ് വയർ ആണ്. റെസിസ്റ്റൻസ് വയറിന്റെ പ്രത്യേകത യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എ മുതൽ ബി വരെ എവിടെ എടുക്കുകയാണെങ്കിലും ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടുത്തേക്ക് യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ലെറ്റ് സ്മോൾ ആർ ബി ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് സെന്റിമീറ്റർ. സ്മോൾ ആർ ആണ് യൂണിറ്റ് ലെങ്ത്തിലുള്ള റെസിസ്റ്റൻസ് വിചാരിക്കും. അപ്പോൾ ഐ ആണ് കറണ്ട്, സ്മോൾ ആർ ആണ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് സെന്റിമീറ്റർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോക്കി എ എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുന്നു. ജോക്കി എ എന്ന് പറഞ്ഞ പോയിന്റ് വെക്കുമ്പോൾ ഗാനമീറ്റർ കൂടി ഒരു കറണ്ട് കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഗാനമീറ്റർ ഡിഫ്രഷൻ കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ജോക്കി ബി എന്ന് പറഞ്ഞ പോയിന്റ് വെക്കുന്നു. അപ്പോൾ ഗാനമീറ്റർ വീണ്ടും ഡിഫ്രഷൻ കാണിക്കുന്നു. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കുന്നു. ഇപ്പോൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് പ്രൈമറി കറണ്ട് മാറും. പ്രൈമറി കറണ്ട് നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പോൾ എയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും ബിയിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റ് ആവത്തക്ക രീതിയിൽ റിയോസ്റ്റാറ്റ് ക്രമീകരിക്കുകയും പ്രൈമറി കറണ്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. ദെൻ എയിൽ നിന്ന് ജോക്കി നീക്കി വരുന്നു. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇവിടെ എത്തിയപ്പോൾ ഗാനമീറ്റർ കൂടി കറണ്ട് കടന്നു പോകുന്നില്ല എന്ന് വിചാരിക്കും. ദർ ഇസ് നോ കറണ്ട് പാസിംഗ് ത്രൂ ദ ഗാനമീറ്റർ. അപ്പോൾ അതാണ് ബാലൻസിങ് കണ്ടീഷൻ. ബാലൻസിങ് കണ്ടീഷനിൽ ഐ ജി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ മുതൽ ജെ വരെയുള്ള ദൂരത്തെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് ബാലൻസ് ലെങ്ത് ആണ്. ദ ലെങ്ത് ഓഫ് ദ വയർ ഫ്രം എ ടു ജെ ഇസ് കാൾഡ് ബാലൻസ് ലെങ്ത്. L സെന്റിമീറ്റർ ആണ് ബാലൻസ് ലെങ്ത്. നമുക്ക് മനസ്സിലായത് ഐ ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ കടന്നു പോകുന്നത്. സ്മോൾ ആർ ആണ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം വോൾട്ടേജ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ സെന്റിമീറ്റർ ഓഫ് വയർ ഈക്വൽ ടു ഐ ആർ. കാരണം എന്താണ്, 6 ഓം ആണ് ഓരോ സെന്റിമീറ്ററിലുള്ളത്. ഐ ആണ് കടന്നു പോകുന്ന കറണ്ട്. സോ ഐ ആർ ഇസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ. ഓരോ സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിലും ഓരോ സെന്റിമീറ്ററിലും ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഐ ആർ ആണ്. ഇവിടെ നമുക്ക് ബാലൻസ് ലെങ്ത് കിട്ടിയത് എ മുതൽ ജെ വരെ L സെന്റിമീറ്റർ ആയിരിക്കും. L സെന്റിമീറ്റർ ആണെങ്കിൽ എ മുതൽ ജെ വരെ എത്ര ആയിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടാവുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ലെങ്ത് ഓഫ് ദ വയർ ഈക്വൽ ടു ഐ ആർ എൽ. സോ എ മുതൽ ജെ വരെയുള്ള വയറിന് അക്രോസ് ആയിട്ട് ഐ ആർ എൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നോ എ മുതൽ ജെ വരെയുള്ള വയറിന് അക്രോസ് ഐ ആർ എൽ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നു പറയുമ്പോൾ എക്കും ജെക്കും ഇടയ്ക്ക് തന്നെയാണ് E1 എന്ന് പറയുന്ന EMF ഉള്ള സെല്ലും കണ്ടു ചെയ്തിട്ടുള്ളത്. ഗാനമീറ്റർ കറണ്ട് കടന്നു പോകുന്നില്ല. അപ്പോൾ എക്കും ജെക്കും ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഗാനമീറ്റർ കറണ്ട് കടന്നു പോകാത്തത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കറണ്ട് കടന്നു പോകുള്ളൂ എന്ന് അറിയാം അല്ലേ? അപ്പോൾ എക്കും ജെക്കും ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. വിച്ച് മീൻസ് E1 എന്ന് പറയുന്ന EMFും എ മുതൽ ജെ വരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഇതൊരു പാരലൽ കണക്ഷൻ പോലെ ആയിരിക്കും അല്ലേ? എയും ജെയും നോക്കി നോക്കൂ. എ മുതൽ ജെ വരെ മുകളിലൂടെയുള്ള സർക്യൂട്ടും എ മുതൽ ജെ വരെ താഴത്തോടുള്ള സർക്യൂട്ടും പാരലൽ കണക്ഷൻ ആണല്ലോ. സോ മുകളിലുള്ള സെല്ലിന്റെ EMF E1ഉം താഴത്ത് ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് IRL ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയി. E1 ഈക്വൽ ടു നമുക്ക് എന്താ പറ്റും? IRL എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുന്ന് മനസ്സിലാക്കിയ കാര്യം. നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്തൊക്കെ നോക്കിക്കോ. അത് ബാലൻസിങ് കണ്ടീഷൻ IG ഈക്വൽ ടു 0, ദ ബാലൻസ് ലെങ്ത് AJ ഈക്വൽ ടു L1 ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് EMF of the cell equal to potential difference across the length L1 of the wire, that is E1 equal to IRL1. എന്തുകൊണ്ടാണ് IRL1 ആവുള്ള കാരണം? ഇവിടെ ഗാനമീറ്റർ കറണ്ട് കടന്നു പോകുന്നില്ല. വിച്ച് മീൻസ് എക്കും ജെക്കും ഇടയ്ക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ E1 എന്ന് പറയുന്ന EMFും AJ എന്നുള്ള ലെങ്ത്തുള്ള വയറിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദെൻ E1 ഈക്വൽ ടു IRL1. ഇവിടെ നമ്മൾ പ്രൈമറി കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ I is a constant. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് സെന്റിമീറ്റർ ആയതുകൊണ്ട് ആറും കോൺസ്റ്റന്റ് ആണ്. സോ E1 ഈക്വൽ ടു IRL1 ഐയും ആറും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് E1 പ്രൊപ്പോർഷണൽ ടു L1. E1 എന്ന് പറയുന്നത് സെക്കൻഡറി EMF ആണ്. L1 എന്ന് പറയുന്നത് ബാലൻസ് ലെങ്ത് ആണ്. വിച്ച് മീൻസ് ദ സെക്കൻഡറി EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബാലൻസ് ലെങ്ത്. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ എന്താണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? സെക്കൻഡറി EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത് എന്നുള്ളതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നൗ നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് പരിശോധിക്കാം. പൊട്ടൻഷ്യോമീറ്ററിന്റെ ആദ്യത്തെ അപ്ലിക്കേഷൻ കമ്പാരിസൺ ഓഫ് EMFs ഓഫ് 2 സെൽസ് ആണ്. 2 സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ ചെയ്തത്
ഈ പോയിന്റിൽ രണ്ട് സെല്ലുകൾ കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് പ്രത്യേകം കീ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ E1 എന്ന് പറയുന്ന EMF ഉള്ള ഒരു സെല്ലുണ്ട്, താഴത്ത് E2 എന്ന് പറയുന്ന EMF ഉള്ള സെല്ലുണ്ട്. കീ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ടിൽ E1 ആണ് വരിക, കീ താഴത്തേക്കാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ടിൽ E2 ആണ് വരിക. നൗ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഒരു പ്രൈമറി കറണ്ട് സെലക്ട് ചെയ്യുന്നു, പ്രൈമറി കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. എഗെയിൻ E1 എന്ന് പറയുന്ന സെല്ല് സർക്യൂട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. E1 എന്നുള്ള കീ സെല്ലിന്റെ കീ മാത്രം ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ E1 എന്നുള്ള സെല്ലാണ് സർക്യൂട്ടിൽ വരിക. ബാലൻസ് ലെങ്ത് നമ്മൾ കാണുന്നു, ബാലൻസ് ലെങ്ത് കാണുമ്പോൾ നമുക്ക് L1 കിട്ടുന്നു. When the cell E1 is included in the circuit, the balance length measured from the end A is L1. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക E1 proportional to L1 എഴുതാം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ E2 എന്ന് പറയുന്ന സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. E2 എന്ന് പറയുന്ന സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പുതിയ ബാലൻസ് ലെങ്ത് ആയിരിക്കും. കാരണം E1ഉം E2ഉം വേറെ വേറെ EMF ആണെങ്കിൽ ബാലൻസ് ലെങ്ത് സ്വാഭാവികമായിട്ടും മാറ്റം വന്നിട്ടുണ്ടാവാം. സോ E2 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ബാലൻസ് ലെങ്ത് A മുതൽ J വരെ ഉള്ള ലെങ്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് L2 എടുക്കുകയാണെങ്കിൽ ന്യൂ ലെങ്ത് is L2. Then we can write E2 proportional to L2. ജനറൽ ഇക്വേഷൻ ആയിരുന്നു E proportional to L അല്ലേ. സോ ഇവിടെ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ E proportional to L ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ സെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ E1 proportional to L1, രണ്ടാമത്തെ സെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ E2 proportional to L2. അതിന്റെ റേഷ്യോ ആണ് നമുക്ക് കിട്ടുക E1 by E2 is equal to L1 by L2. ഇവിടെ E1 ആണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, E1 എന്ന് പറയുന്ന സെല്ലാണ് EMF ആണ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ E2 അറിയാമെങ്കിൽ E2 into L1 by L2 ആണ് എന്ത് E1. ഈ രണ്ട് സെല്ലുകളിൽ ഒരു സെല്ലിന്റെ EMF നമുക്ക് അറിയാമെങ്കിൽ മറ്റു സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് സെല്ലുകളുടെ EMFന്റെ റേഷ്യോ കാണുക മാത്രമല്ല, കൂട്ടത്തിൽ ഒരു സെല്ലിന്റെ EMF അറിയാമെങ്കിൽ മറ്റു സെല്ലിന്റെ EMF കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ. റാൻഡം എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, പ്രൈമറി കറണ്ട് മാറ്റുന്നു. പ്രൈമറി കറണ്ട് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസ് ലെങ്ത് മാറും. എഗെയിൻ E1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ ബാലൻസ് ലെങ്ത് കാണുന്നു, E2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ ബാലൻസ് ലെങ്ത് കാണുന്നു, എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ ഓരോ പ്രൈമറി കറണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോസ് കാണുന്നു. റേഷ്യോ എപ്പോഴും എന്തായിരിക്കണം E1 by E2 is equal to L1 by L2 ആയതുകൊണ്ട് എപ്പോഴും വാല്യൂ സെയിം ആയിരിക്കണം. റാൻഡം എറർ ഒഴിവാക്കാനായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എററുകൾ ഉണ്ടെങ്കിൽ തന്നെ അവസാനം നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ we will get the accurate value. Okay. Now അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. മെഷർമെന്റ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. ഇവിടെ E1 എന്ന് പറയുന്ന EMF ഉള്ള സെല്ലിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സും ഇതൊരു നോൺ റെസിസ്റ്റൻസ് ആണ്, ഒരു കീയും കൂടി, പുതിയൊരു കീയും കൂടി K2 എന്ന പേരുള്ള ഒരു കീയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കീയുടെ പേര് K1 ആക്കിയിട്ടുണ്ട്. ഈ കീ K2 എന്നുള്ള രണ്ടാമത്തെ കീയാണ്. ഇത് സെല്ലിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തുള്ളത്. നോ ആദ്യം ചെയ്തപോലെ തന്നെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ കറണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. K1 എന്ന് പറയുന്ന കീ മാത്രം ക്ലോസ് ചെയ്യുന്നു. ഈ കീ ക്ലോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്നു, പ്രൈമറി കറണ്ട് കടന്നു പോകുന്നു. നേരത്തെ ചെയ്തപോലെ തന്നെ എയിൽ നിന്നും ജോക്കി നീക്കി വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ IG equal to 0 ആവുന്നു. IG equal to 0 ആവുമ്പോൾ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം K2 എന്ന് പറയുന്ന കീ ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ. ഇത് ഓപ്പൺ ആയി കിടക്കണം. ഇത് ഓപ്പൺ ആയി കിടന്നില്ലെങ്കിൽ ഈ സെല്ലിൽ നിന്ന് ഒരു കറണ്ട് ഇതിലൂടെ ഇങ്ങോട്ട് മുകളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് തന്നെ K2 എന്നുള്ള കീ ഷുഡ് ബി കെപ്റ്റ് ഓപ്പൺ, അത് ക്ലോസ് ചെയ്യാൻ പാടില്ല. അത്ര സാഹചര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബാലൻസ് ലെങ്ത് കിട്ടുമ്പോൾ IG equal to 0 ആകുമ്പോൾ E1 എന്ന് പറയുന്ന EMF-ഉം A മുതൽ J വരെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും, നേരത്തെ പറഞ്ഞതേപോലെ തന്നെ. ദെൻ വി ക്യാൻ റൈറ്റ് E1 പ്രൊപ്പോർഷണൽ ടു ദ ബാലൻസ് ലെങ്ത്. ബാലൻസ് ലെങ്ത് L1 എടുക്കുകയാണെങ്കിൽ E1 പ്രൊപ്പോർഷണൽ ടു L1 എടുക്കാം. When the key K2 is open, no current pass through the resistance box. Then balance length equal to L1 ആണെങ്കിൽ we can write E1 proportional to L1. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയി എടുക്കട്ടെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി K2 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്യുന്നു. K2 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? K2 എന്ന് പറയുന്ന കീ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് കടന്നു പോകും, മോഡൽ സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകും. ഈ കീ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ E1 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് ഒരു കറണ്ട് ഇതിലൂടെ വന്ന് റെസിസ്റ്റൻസ് ബോക്സ് വഴി K2 എന്ന കീ വഴി തിരിച്ച് സെല്ലിലേക്ക് കടന്നു പോകും. അപ്പോൾ ഒരു കറണ്ട് മുകളിൽ പ്രൊഡ്യൂസ് ചെയ്തു, ഈ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, A മുതൽ വീണ്ടും ജോക്കി നീക്കി വരുന്നു. അതിന്റെ പർട്ടിക്കുലർ പോയിന്റ് ഗാനോമീറ്ററിലെ കറണ്ട് 0 ആയിട്ടുള്ള കാണുന്നു. പക്ഷെ ഇവിടെ ഗാനോമീറ്ററിലെ കറണ്ട് 0 ആണെങ്കിൽ കൂടി സെല്ലിൽ നിന്ന് കറണ്ട് എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം സെല്ലിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സ് വഴി K2 വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ കീ ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് EMF പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ EMF എന്ന് പറയാൻ വയ്യ, കാരണം സെല്ലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, വേറൊരു പാത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വോൾട്ടേജ് എന്ന് പറയാൻ പറ്റില്ലോ, സെല്ലിന് അക്രോസുള്ള വോൾട്ടേജ്, സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും അക്രോസുള്ള വോൾട്ടേജ് ആണ് ഇവിടെ
എ മുതൽ ജെ വരെയുള്ള വയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് ഈക്വൽ ആവുക. നേരത്തെ ഇവിടുത്തെ ഇ എം എഫ് ആയിരുന്നു എ മുതൽ ജെ വരെയുള്ള വയറിന്റെ വോൾട്ടേജിന് ഈക്വൽ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഇ എം എഫ് അല്ല വരിക, ഇവിടെ വോൾട്ടേജ് ആണ് വരിക. ആ വോൾട്ടേജ് ഏതായിരിക്കും? സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനും നെഗറ്റീവ് ടെർമിനലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്, വിച്ച് മീൻസ് ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ റെസിസ്റ്റർ ആർ. ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ എന്തിന് പ്രൊപ്പോർഷണൽ ആവുക? എ മുതൽ ജെ വരെയുള്ള വയറിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ആവുക. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ബാലൻസ് ലെങ്ത് അളക്കാം. എ മുതൽ ജെ വരെയുള്ള പുതിയ ബാലൻസ് ലെങ്ത് അളക്കുന്നു. അത് L2 എടുക്കുന്നു. L2 എടുക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുക വി പ്രൊപ്പോർഷണൽ ടു L2 എന്നാണ്. എന്തുകൊണ്ടാണ് വി പ്രൊപ്പോർഷണൽ ടു ആയത്? ഇവിടെ വോൾട്ടേജ് ആണ്, ഇ എം എഫ് അല്ല. കാരണം സെല്ലിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ വി ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്, വോൾട്ടേജ് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെല്ലിൽ നിന്നും റെസിസ്റ്റൻസ് ബോക്സ് വഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഐ ആംപിയർ കറണ്ട്, ഐ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ഐ ആണ് എടുക്കുന്നത്. സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്ന കറണ്ട് റെസിസ്റ്റൻസ് ബോക്സ് വഴി ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? സ്മോൾ ഐ ഇൻറ്റു ആർ, ഐ ആർ ആയിരിക്കും ഇവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ ഐ ആർ എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം കറണ്ട് കാണണം. ഓംസ് ലോ അനുസരിച്ചിട്ട് കറണ്ട് കാണുന്ന ഇക്വേഷൻ ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്നാണ്. ഇ എം എഫ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? E1 ആണ്. റെസിസ്റ്റൻസ് പറയുമ്പോൾ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഫ്ലോ ചെയ്യുന്നതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ K2 എന്ന് പറയുന്ന കീയിലൂടെ, കീക്ക് വേണ്ടി കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് 0 ആണ്. കീ ഓപ്പൺ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ കീ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് 0 ആണ്. ദെൻ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വരുന്നു. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തുമ്പോൾ സെല്ലിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ സെല്ലിനുള്ളിലൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. സെല്ലിനുള്ളിലെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ എടുക്കുകയാണെങ്കിൽ ഈ പാത്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കൂടി സീരീസ് ആവും. താഴത്തേക്കുള്ള പാത്ത് നോക്കുന്നില്ല, കാരണം താഴത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, G 0 ആണല്ലോ. അപ്പോൾ ഈ താഴത്തേക്കുള്ള പാത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നില്ല. മുകളിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് പാത്തിലൂടെ മാത്രം നോക്കുകയാണെങ്കിൽ വേറെ എങ്ങോട്ടേക്കും കറണ്ട് പോകാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും സ്മോൾ ആർ എന്ന് പറയുന്ന ഇന്റേണൽ റെസിസ്റ്റൻസും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടി സീരീസ് ആണ്. ദെൻ കറണ്ട് I ഇസിക്കൽ എന്താ പറ്റും? E1 ഡിവൈഡഡ് ബൈ R പ്ലസ് ആർ. Therefore, IR is equal to E1 R by R plus R. IR എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ് IR. I ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടെ ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് ആണ്. നമുക്കതാണ് അറിയേണ്ടത്, നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ IR is equal to എത്ര കിട്ടിയിട്ടുണ്ട്? IR is equal to E1 R divided by R plus R. E1 R കൊണ്ട് എസ് മൾട്ടിപ്ലൈ ചെയ്തു, E1 R divided by R plus R. ബട്ട് എന്താണ് IR? IR എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ഡെവലപ്പ് അക്രോസ് ദ റെസിസ്റ്റർ. Now we can write V equal to E1 R by R plus R. This equation is taken as 3. മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്തു. Now നേരത്തെ ചെയ്തതനുസരിച്ചിട്ട് E1 by V equal to L1 by L2 കിട്ടുള്ള കാരണം എന്താണ്? E1 പ്രൊപ്പോർഷണൽ ടു L1 ആണ്, V പ്രൊപ്പോർഷണൽ ടു L2 ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷന്റെ റേഷ്യോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിക്ക് പകരം E1 R by R plus R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ E1 ഒഴിവാക്കുകയാണെങ്കിൽ R plus R മുകളിൽ പോയാൽ R plus R by R equal to L1 by L2. അതിൽ നിന്ന് നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ സ്മോൾ r equal to സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ R കൊണ്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ മൈനസ് R ഇൻറ്റു L1 മൈനസ് L2 മൈനസ് R കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ R ഇൻറ്റു L1 മൈനസ് L2 ബൈ L2. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ സ്മോൾ r equal to ക്യാപിറ്റൽ R ഇൻറ്റു L1 മൈനസ് L2 ബൈ L2. ഇവിടെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. സ്മോൾ r എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R എന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ depends upon the external resistance of the circuit. Internal resistance of the cell depends on the external resistance of the circuit. ഇത് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം. Prove that internal resistance of a cell depends upon the external resistance of the circuit എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡെറൈവ് ചെയ്യുന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. സ്മോൾ r equal to ക്യാപിറ്റൽ R ഇൻറ്റു L1 മൈനസ് L2 ബൈ L2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കിട്ടുക. നമുക്ക് ഇനി ഇന്ററാക്റ്റീവ് സിമുലേഷൻ വഴി പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് ഒന്ന് പരിചയപ്പെടാം.
ഇത് കൊളറാഡോ പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫെറ്റ് ഇൻഡാക്റ്റീവ് സിമുലേഷൻ വഴി ഉണ്ടാക്കിയെടുത്തുള്ള ഒരു പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ടാണ്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡിവൈസുകളുടെ സിമ്പിളുകൾ ഉപയോഗിച്ചുള്ള കണക്ഷൻ വേണ്ടി നമുക്ക് നോക്കി നോക്കാം. ആസ് യു ക്യാൻ സി, ഇതൊരു സെല്ലാണ്. ഇതാണ് പ്രൈമറി സെൽ, 9 വോൾട്ടിന്റെ പ്രൈമറി സെൽ. സെക്കൻഡറി സെല്ല് 4 വോൾട്ടിന്റെയാണ് സെക്കൻഡറി സെല്ലുള്ളത്. സെക്കൻഡറി സെല്ലിനേക്കാളും എപ്പോഴും പ്രൈമറി സെല്ലിന്റെ വോൾട്ടേജ് കൂടുതലായിരിക്കണം. ദെൻ റിയോസ്റ്റാറ്റിന്റെ വേറെ ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. എ എന്ന് പറയുന്ന ജംഗ്ഷൻ ഇതാണ്, എ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 10 മീറ്റർ നീളത്തിലുള്ള വയറാണ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ. ദെൻ ഗാവനോമീറ്ററിന് പകരം അമീറ്റർ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കറണ്ടിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടുള്ള തന്നെയാണ് അതിന്റെ പ്രത്യേകത. വീണ്ടും ഈ ഒരു ഫിഗറിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ അമീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു റെസിസ്റ്റൻസ് വയർ ആണ്. നിക്രോൺ കൊണ്ടോ കോൺസ്റ്റാന്റ് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വയർ ആണത്. ഓരോ പോയിന്റിലും ഓരോ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അമീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ജംഗ്ഷൻസ് ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഒരു കീ വേണമെങ്കിൽ കൊടുക്കാം. കീ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, കീ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അമീറ്ററിലൂടെ കറണ്ട് കടന്നു പോകുന്നു. 0.07 ആംപിയർ കറണ്ടാണ് കടന്നു പോകുന്നത്. എ എന്നുള്ള ജംഗ്ഷൻ ഇതാണ്. എ എന്നുള്ള ജംഗ്ഷനിൽ നിന്നും ഇതൊരു ജോക്കി പോലെ ആക്ട് ചെയ്യുന്നു. ജോക്കി നീക്കി വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ കറണ്ടിൽ മാറ്റം 0.55 വരെ ഉള്ളൂ. വിച്ച് മീൻസ് അവിടെ കറണ്ട് 0 ആയിട്ടില്ല. ദെൻ എഗെയിൻ ഈ സെഗ്മെന്റിലേക്ക് വരുന്നു. ഇവിടെ 0.32 ആംപിയർ ആണ്. ഈ ഒരു പോയിന്റിൽ 0.45 ആംപിയർ മുതൽ ഈ എൻഡ് വരെ വരികയാണെങ്കിൽ 0.21 ആംപിയർ ആണ്. ഈ ഒരു ഇത്ര നീളത്തിലും കറണ്ട് 0 ആയിട്ടില്ല. എഗെയിൻ ഇവിടേക്ക് വരുമ്പോൾ 0.15 ആംപിയർ ആണ്. ദെൻ കറണ്ട് വാല്യൂ കുറയുന്നുണ്ട്. ഇവിടെയും കറണ്ട് 0 ആയിട്ടില്ല. ഇവിടേക്ക് വരുന്നു. ഇവിടെ 0.05 ആംപിയർ ആയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ 0.02 ആംപിയർ ആയിട്ടുള്ളൂ. കറണ്ട് അവിടെയും 0 ആയിട്ടില്ല. ദെൻ നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നു. ഇവിടെ 0.02 ആംപിയർ ആണ്. യു ക്യാൻ സി ഇവിടെ കറണ്ട് 0 ആവുന്നതായിട്ട് കാണാൻ പറ്റും. യെസ്, ഈ പോയിന്റ് കറണ്ട് 0 ആണ്. ഇതിലൂടെ ഈ ഗാനോമീറ്റർ കൂടി, അതായത് ഇപ്പോൾ ഇവിടെ അമീറ്റർ കൂടി കറണ്ട് കടന്നു പോകുന്നില്ല. വിച്ച് മീൻസ് ദിസ് ഇസ് ദ ബാലൻസിങ് പോയിന്റ്. ഇതാണ് ബാലൻസിങ് പോയിന്റ്. അപ്പോൾ IG = 0 എന്ന് പറയുന്ന ബാലൻസിങ് കണ്ടീഷനിൽ, ഗാനോമീറ്റർ കൂടി കറണ്ട് കടന്നു പോകാത്ത കണ്ടീഷനിൽ നമുക്ക് പറയാൻ പറ്റും എ മുതൽ, ഇത് എ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ എ മുതൽ ഇത്രയും നീളത്തിലുള്ള വയറിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ ആ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പും സെല്ലിന്റെ EMF കൂടി ബാലൻസ് ചെയ്യുന്നു. E = IRL നമുക്കറിയാം. I എന്ന് പറയുന്ന കറണ്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. L is the ബാലൻസ് ലെങ്ത്. സോ A മുതൽ J വരെയുള്ള ഈ വയറിന്റെ ലെങ്ത് ആണ് ബാലൻസ് ലെങ്ത്. ദിസ് ഇസ് ദ ബാലൻസ് ലെങ്ത്. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാൻ പറ്റും. ഇവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ അവിടെ ഒരു 20 ഓം ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇതിലൂടെ ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 0.05 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ലെങ്ത് മാറ്റം വന്നുണ്ടോ? അപ്പോൾ പുതിയ ബാലൻസിങ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കത് നീക്കി നോക്കാം. പുതിയ ബാലൻസിങ് പോയിന്റ് So this is the new balancing point. അപ്പോൾ ഇതാണ് പുതിയ ബാലൻസിങ് പോയിന്റ്. സോ ബാലൻസ് ലെങ്ത് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ദിസ് ഇസ് ദ ന്യൂ ബാലൻസിങ് പോയിന്റ്. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി റെസിസ്റ്റൻസ് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കുറച്ച് നോക്കാം. ഒരു 5 ഓം വയ്ക്കാം. 5 ഓം വയ്ക്കുമ്പോൾ ഇവിടെ കടന്നു പോകുന്ന കറണ്ട് 0.16 ആംപിയർ ആണെന്ന് മനസ്സിലായി. ഇവിടെ പോകുന്തോറും കറണ്ട് കൂടി വരികയാണ്. ദിസ് ഇസ് ദ ന്യൂ ബാലൻസിങ് പോയിന്റ്. ഇതാണ് പുതിയ ബാലൻസിങ് പോയിന്റ്. ഇവിടെയാണ് കറണ്ട് 0 ആവുന്ന പോയിന്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് റിയോസ്റ്റാറ്റ് മാറ്റിക്കൊണ്ട് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ പ്രാവശ്യം ബാലൻസിങ് പോയിന്റ് കാണാൻ വേണ്ടി സാധിക്കും. So
ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഇവിടെ ഈ ഒരു 4 വോൾട്ട് സെല്ലിന് പകരം മറ്റൊരു സെല്ല് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ എക്സ്പെൻഡ് ചെയ്യാം, കമ്പാരിസൺ ഓഫ് EMF ചെയ്യാം. ഇത് പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ, സെക്കൻഡറി EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത്. അപ്പോൾ ഇവിടെ ഇതാണ് സെക്കൻഡറി EMF എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസ് ലെങ്ത് ആവാനുള്ള കാരണം E is equal to ഈ സെല്ലിന്റെ EMF ഇത്രയും നീളത്തിലുള്ള വയറിന്റെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആവും. വിച്ച് മീൻസ് E equal to IRL. I എന്ന് പറയുന്നത് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ്. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. L is the balance length. സോ E is equal to IRL ആയതുകൊണ്ട് തന്നെ I എന്ന് പറയുന്നത് നമ്മൾ ഈ റിയോസ്റ്റാറ്റ് മാറ്റി കറണ്ട് മാറ്റുന്നില്ലെങ്കിൽ I എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് അതും കോൺസ്റ്റന്റ് ആണ്. വിച്ച് മീൻസ് E പ്രൊപ്പോർഷണൽ ടു L. ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.